ഇന്ത്യയിൽ നിന്ന് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു റീല് ഇട്ടിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയുടെ റെഗുലേറ്ററി അതോറിറ്റീസ് ആയിട്ടുള്ള സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് ബ്രോക്കേഴ്സ് ഉണ്ട്. അതിൽ അധികം ആളുകളും ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു കുറച്ച് കാലത്തെ വർഷത്തിൽ പരിചയമുള്ള ആളുകളെ പരിചയപ്പെട്ടിൽ അധികം ആളുകളും ഈ ഒരു സംഭവം ചെയ്യുന്നില്ല. അതായത് ഈ ഒരു അതിൽ പറയുന്ന മെൻഷൻ ചെയ്യുന്ന 2-3 ബ്രോക്കേഴ്സ് ഉണ്ട്. ഞാൻ സ്ക്രീനിൽ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസിൽ ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ ആരും ഈ ഒരു സംഭവം ചെയ്യുന്നില്ല. അധികം ആളുകളും ഓഫ് ഷോർ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള പല ഫോറക്സ് ബ്രോക്കേഴ്സിലാണ് അക്കൗണ്ട് എടുത്ത് ഓപ്പൺ ആക്കുന്നത്. ഇത് ഇന്ത്യൻ നിയമപ്രകാരം, അതായത് FMA ആക്ട് പ്രകാരം 1999 FMA ആക്ട് പ്രകാരം ഇത് ഇല്ലീഗൽ തന്നെയാണ്. അതായത് ഇവർ അനുവദിച്ചിട്ടുള്ളത് USD INR അങ്ങനത്തെ കുറച്ച് പരിമിതമായിട്ടുള്ള പേഴ്സാണ്. അതുപോലെ തന്നെ പരിമിതമായിട്ടുള്ള 2-3 ബ്രോക്കേഴ്സുമാണ് അത് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ ചെയ്യണ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഞാൻ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകളിൽ നിന്നാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു ഓഫ് ഷോർ ബ്രോക്കേഴ്സിൽ നമുക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ചെയ്യാൻ പറ്റില്ല, ലീഗലായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അതായത് ഇല്ലീഗലാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നോൺ ബൈലബിൾ ഒഫൻസൊക്കെ തന്നെയാണത്. അതായത് ജാമ്യമില്ലാത്ത ഒരു കുറ്റമൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പിയൊക്കെ ചുമത്ത, അതായത് നമുക്ക് ഫൈനൊക്കെ വരാനുള്ള ചാൻസസ് അതിലുണ്ട്. ഫോറക്സ് ട്രേഡിങ് നമ്മളിവിടുന്ന് ചെയ്യണത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിപ്പോൾ എന്താ പറയുക, പലരും പറയണത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യണില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ജയിലിലിടുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറയണം. പക്ഷെ അത് ഫൈനൊക്കെ ഈടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അടക്കേണ്ടി വരും. നമുക്കറിയില്ല ഇത് വരുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അടക്കാൻ ബാധ്യസ്ഥരാകും. ഇപ്പോൾ ഈയിടെയായിട്ട് ഉണ്ടായിരുന്നുള്ള പല നിങ്ങൾ വീഡിയോ ഒക്കെ യൂട്യൂബിൽ വാച്ച് ചെയ്യുമ്പോൾ വന്നിരുന്ന സൂപ്പി ആപ്പ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ പ്രശ്നങ്ങൾ കാരണം, അതായത് ഓവറായിട്ട് ഫണ്ട് പോയി അതിൽ അങ്ങനെ പല സൈബർ ക്രൈംസും പ്രശ്നങ്ങളും കാരണം അതിപ്പോൾ പൂർണ്ണമായിട്ട് നിർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പല ന്യൂസസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗെയിമല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഇപ്പോൾ വന്നപ്പോൾ അത് പറയണമെന്നുള്ളൂ കേട്ടോ. സത്യത്തിൽ ഫോറക്സുമായിട്ട് റിലേറ്റഡ് ഉള്ളതല്ല, പക്ഷേ ഒരു ഗാംബ്ലിംഗ് മെൻറ്റാലിറ്റിയിൽ വരുന്ന ഒരു ഗെയിമാണ്. അതായത് ലെക്ക് ബേസിലാണ്. ഫോറക്സ് അങ്ങനെയല്ല കേട്ടോ, ലെക്ക് ബേസിലുള്ളതല്ല. അത് ബൈ സെല്ല് എന്നുള്ളത് വെറുതെ നമ്മൾ ലെക്ക് ബേസിലല്ല ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ട് അനാലിസിസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാമെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഇവിടുത്തെ റെഗുലേറ്ററി അതോറിറ്റീസ് ഒരിക്കലും ഓഫ് ഷോർ ബ്രോക്കേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് അലൗഡ് ചെയ്യുന്നില്ല. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മളെ ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള പല സ്റ്റോക്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ഇവിടെ അലൗഡാണ്. അത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് അതിനെ പറ്റിയൊരു നോളജ് ഇല്ല. ഞാൻ ചെയ്തിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ആണ്. ഞാൻ പിന്നെ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഇവിടുത്തെ നാട്ടിലത്തെ പ്രൂഫും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ളത്. ഞാൻ UAE ബേസിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഇഷ്യൂ അല്ല. കാരണം ഞാൻ പുറത്തുള്ള ഒരു അഡ്രസ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ലൂപ്പ് ഹോൾസിൽ പലരും ചെയ്യുന്നത്. ഈ ലൂപ്പ് ഹോൾസ് പറയുന്നതിന് മുന്നേ ഇത് ഞാൻ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഇത് ബേസിൽ നിങ്ങളൊരു തീരുമാനം ഒരിക്കലും എടുക്കരുത്. നിങ്ങളുടെ കാഴ്ചപ്പാട് പഠിച്ചിട്ട് മാത്രം ചെയ്യുക. ഏറ്റവും സേഫ് ബേസല്ല, ഏറ്റവും സേഫായിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വേറൊരു രാജ്യത്തേക്ക്, അതായത് ഫോറക്സ് ട്രേഡിങ് ലീഗലായിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോയിട്ട് അത് ചെയ്യണതാവും ഏറ്റവും ബെറ്റർ എന്നുള്ള പറഞ്ഞത്. ഇതിൽ ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ടുള്ളതാണ് ഓവർസീസ് ബ്രോക്കേഴ്സിൽ ആളുകൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അത് നമ്മളിവിടുത്തെ ബ്രോക്കേഴ്സിലല്ലാതെ പുറത്തൊരു ബ്രോക്കേഴ്സിൽ, ഇപ്പോൾ എക്സിനസ്, ജസ്റ്റ് മാർക്കറ്റ്, അങ്ങനെ പല ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത്. ഇതും ഇവരെ ആക്സസ് ചെയ്യില്ല. എങ്ങനെ വെച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ്റൊക്കെ നമ്മൾ ഇത്രയും എന്താ പറയുക, വെബ്സൈറ്റ് കൂടെ ആക്സസ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് ചിലവിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ VPS ഒക്കെ എടുക്കും. VPS ഒക്കെ
ട്രേഡിങ് ചെയ്യുന്ന പല ആളുകൾക്കും അറിയുന്ന സംഭവം. അതെടുത്തിട്ട് അത് ഓവർകം ചെയ്യും. EPS വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല, അത് വേറൊരു കൺട്രി എന്നുള്ള രീതിയിലേക്കാരം വരിക, അല്ലാതെ ഇന്ത്യ എന്നുള്ള രീതിയിലല്ല വരിക. അതിപ്പോൾ FTM ഒക്കെ യൂസ് ചെയ്യാൻ പലരും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, അതായത് ഞാൻ പുറത്തത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് എൻ്റെ FTM ആയാലും അതുപോലെ തന്നെ പല ബ്രോക്കേഴ്സും ഞാൻ അക്കൗണ്ട് ഓപ്പൺ ആക്കണം എന്നുള്ളത്. UAE ബേസിൽ എനിക്ക് വിസ ഉണ്ടായതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് ഞാൻ ഫോറക്സ് മാർക്കറ്റ് ആക്സസ് ചെയ്യൽ. അതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ് ഈ പല ആളുകളും ചെയ്യുന്ന മെത്തേഡുകളാണിത്. അതായത് ഓവർസീസ് ബാങ്കിലല്ല, ഓവർസീസ് ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ഓവർസീസ് അല്ലാതെ ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അതായത് നമ്മുടെ RBI വാർണിംഗ് തന്നിട്ട് ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. ചിലവിൽ ഇനി വെബ്സൈറ്റ് അങ്ങനെ ട്രാക്ക് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് VPN VPS ഒക്കെ ഇട്ടിട്ട് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക. പല ഓവർസീസ് ബാങ്കിങ്സിൻ്റെ ആയാലും അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഫേമിൻ്റെ ആയാലും നമ്മുടെ ഇന്ത്യയിൽ ബ്ലോക്കഡ് ആയിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് VPN VPS ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ UAE നിന്ന് നാട്ടിൽ വരുമ്പോൾ FTMOൻ്റെ വെബ്സൈറ്റൊക്കെ അങ്ങനെയാണ് ആക്സസ് ചെയ്യൽ. നമ്മുടെ നാട്ടിലത് ബ്ലോക്ക്ഡാണ് അതിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ അതൊരു മെത്തേഡാണ്. പിന്നെ ആളുകൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യൽ ഒരു തേർഡ് പാർട്ടി അക്കൗണ്ടാണ്. അല്ലാതെ നേരെ ഡയറക്റ്റ് ഒരു ബ്രോക്കർ അക്കൗണ്ട് ആവില്ല നമുക്ക് തരിക, ഒരു ഓവർസീസ് ബാങ്കിൻ്റെ അക്കൗണ്ട് ആവില്ല വേണം. അത് തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ അവരുടെ ആളായിട്ട് ഒരു മിഡിൽ മാൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇങ്ങനെ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക് തന്നെയാണ്. അതായത് ആ ഫണ്ട് എവിടുന്ന വരുന്നത് നമുക്കറിയില്ല, പുറത്തുനിന്ന് വരുന്ന ഫണ്ടൊക്കെ കൈകാരം അയിമൽ പിന്നെ വല്ല ഫ്രോഡ് ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയിമ കേസ് വരുന്നത് അത് വേറെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കണം. പിന്നെ ചിലർ ചെയ്യുന്ന പരിപാടിയാണ് ഈ എന്താ പറയുക, ക്രിപ്റ്റോ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ബിനാൻസ് അല്ലാത്ത പല ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളതൊക്കെ മിക്കവാറും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനായിട്ട് ടൈപ്പ് ഉണ്ടാവും. അത് നമ്മളെ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പല വാലറ്റ്സുകളും ഇതുപോലെ ഷെയർ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു 12 ഡിജിറ്റ് കോഡ് ഉണ്ടാവുക, പല വേർഡ് വെച്ചിട്ട്. നിങ്ങൾക്ക് ഇത് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഈ ഒരു കോഡ് വെച്ചിട്ട് മാത്രമേ അതിലുണ്ടാവും, വേറെ യാതൊരു എന്താ പറയുക ഐഡൻറ്റിറ്റിയോ കാര്യങ്ങളൊന്നും നമ്മളതിൽ കൊടുക്കണില്ല. അപ്പോൾ അത് വെച്ചിട്ട് ചിലർ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യലുണ്ട്. അതായത് പേയ്മെൻറ്റ് ബേസിൽ എവിടെ നിന്ന് പോയി എങ്ങോട്ട് വന്നു എന്നുള്ളത് പോലും അറിയില്ല. അപ്പം അത് വെച്ചിട്ട് പല ആളുകളും ഇന്ത്യയിൽ നിന്ന് ചെയ്യലുണ്ട്. പിന്നുള്ളതാണ് ആളുകൾ പ്രോപ്പർ ഫേം യൂസ് ചെയ്യലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇത് മാത്രമല്ല കേട്ടോ, FTM മാത്രമല്ല, വേറെയും പല പ്രോപ്പർ ഫേം ഉണ്ടാവും. പ്രോപ്പർ ഫേം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, അതായത് ജസ്റ്റ് ഒരു എക്സാമിനേഷൻ എന്നിട്ട് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലൈവ് അക്കൗണ്ട് തരും. അതിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ സ്പ്ലിറ്റ് എന്നുള്ള രീതിയിൽ വർക്കാവുന്ന സംഭവമാണ്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന ഒരു സ്പ്ലിറ്റ് നമുക്ക് ഇന്ത്യൻ ബാങ്ക് ത്രൂ അല്ലാതെ തന്നെ ക്രിപ്റ്റോ ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രേഡിങ് സ്കില്ല്, ഫോറക്സ് ട്രേഡിങ് സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല മെത്തേഡുകൾ ആളുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റിൽ. അതിൽ ഞാൻ പറഞ്ഞ ഡാർക്ക് സൈഡ് ആയിട്ടുള്ള പല സൈഡുകളും ഉണ്ട്. അത് കുറച്ച് റിസ്ക്കിയാണ്. അതായത് ഞാൻ പറഞ്ഞ മിഡിൽ മാൻ ആയിട്ടുള്ള ആളുകൾക്ക് ഫണ്ട് അയച്ചെടുക്കുക, അവരെ എത്തുന്ന ഫണ്ട് സ്വീകരിക്കുക, അതൊക്കെ കുറച്ച് റിസ്ക്കിയാണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംഭവിക്കാരം പല ആളുകളും ചെയ്യുന്നുണ്ടാവും അവിടെ. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടികൾ, അതിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് എടുക്കാൻ പറ്റും. അത് ആ ഒരു പ്രോപ്പർ ഫേമിൽ നിന്ന് വരുന്ന പേ ഔട്ടുകൾ അങ്ങനെ ആളുകൾ സ്വീകരിക്കും. ഇതൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞാൽ എവിടുന്ന് വന്ന് എങ്ങനെ വന്നു എന്നുള്ളത് ആർക്കും ഒന്നും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ക്രിപ്റ്റോ കറൻസി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫണ്ട് ഫേംസ് പർച്ചേസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആരും അറിയാതെ തന്നെ നമുക്കിതിലേക്ക് കയറ്റാനും പറ്റും. ഇതൊന്നും ഈ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ല, അത് ഒരാൾക്കും അറിയില്ല, ആ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ലൂപ്പ് ഹോൾസിൽ അത്യാവശ്യം നല്ല റിസ്ക്കുകളുണ്ട്. ഈ ബാങ്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് പിടിക്കാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ അത് അത്രയും ഹൈ ആണ്. കാരണം അത് പ്രോപ്പറായിട്ട് അവർക്ക് ഒരു പ്രൂഫുണ്ട്. അതായത് നിങ്ങൾ അക്കൗണ്ടിലേക്ക് വന്ന് പോയെന്നുള്ള ഒരു പ്രൂഫ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ലൂപ്പ് ഹോൾസിൽ നല്ല റിസ്ക് ഉണ്ട്. ഏറ്റവും ബെറ്റർ സേഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തപോലെ നമ്മൾ ഒന്നുകിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആരുടെയും പേരിൽ അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അതായത് UAE ബേസ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ പുറം രാജ്യങ്ങൾ, അതായത് ഫോറക്സ് ലീഗലായിട്ടുള്ള ഏതെങ്കിലും രാജ്യത്ത് അവിടുത്തെ റെഗുലേറ്ററി അതോറിറ്റീസ് എന്താ പറയുക പ്രശ്നമില്ലാത്ത രീതിയിലുള്ള പല രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ UAE നമുക്ക് എത്തുന്നുള്ളൂ ഞാൻ.
അവിടെ അവിടുത്തെ റെഗുലേറ്ററി അതോറിറ്റീസ് ആയിട്ടുള്ള DFS അതുപോലെ തന്നെ SCCA എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു ടീം രണ്ടും ഏറെക്കുറെ എല്ലാ മോസ്റ്റ് ഓഫ് ദ ഫോറക്സ് ബ്രോക്കേഴ്സിനും ഓവർസീസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫോറക്സ് ബ്രോക്കേഴ്സും അവിടെ അലൗഡാണ്. അതായത് നമ്മളവിടെ ഇന്ത്യയിൽ ബാൻഡ് ആയിട്ടുള്ള പല ഫോറക്സ് ബ്രോക്കേഴ്സും അവിടെ അലൗഡാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എക്സ്നസ് IC മാർക്കറ്റ് അങ്ങനെ കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്. ഒക്കെ അവിടെ അലൗഡാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാൾ അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഐഡൻറ്റിറ്റി എടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അത് നമ്മൾ അവിടുത്തെ ഒരു അഡ്രസ്സിൻ്റെ അണ്ടറിലാണല്ലോ ചെയ്യുന്നത്, അല്ല നമ്മൾ ഇന്ത്യൻ ബേസിൽ നിന്നിട്ടല്ലല്ലോ ചെയ്യാം. അപ്പോൾ അതൊരു എന്താ പറയുക പ്രശ്നമില്ലാത്തൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കമൻറ്റിൽ ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ നമുക്ക് പറഞ്ഞാൽ UAE ബേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത് UAE-നെ. കാരണം നമുക്ക് ടിക്കറ്റ് ചാർജ് ആയാലും വിസ ചാർജ് ആയാലൊക്കെ കുറച്ച് കുറവുള്ളത് UAE ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടേക്കുള്ള ഒരു ആക്സസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ പ്രോഫിറ്റ് ഗെയിനുമേ നമുക്ക് ടാക്സ് വരണില്ല. അത് 0 ടാക്സാണ് അവിടെ. അത് നമ്മളെത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നോ അത് ടോട്ടലി നമുക്ക് തന്നെ കീപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഗുലേറ്ററി അതോറിറ്റീസ് ബാനഡ് അല്ല അധികം ഫോറക്സ് ബ്രോക്കേഴ്സിനും. അതായത് നമ്മളിവിടെ ഇല്ലീഗലായിട്ടുള്ള പല ഫോറക്സ് ബ്രോക്കേഴ്സും അവിടെ ലീഗലാണ്. അതായത് പ്രശ്നമില്ല, ചെയ്യുന്നതിന് തെറ്റില്ല, അങ്ങനത്തെ രീതിയിൽ. പിന്നെ അവിടെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ട്രേഡിംഗ് ഹബ്ബാണ് ദുബായ്. അല്ല UAE വരുന്ന ഒരു സ്റ്റേറ്റാണ്, അതായത് എമിറേറ്റ്സ് ആണ് ദുബായ്. അത് ട്രേഡിംഗ് ഹബ്ബ് തന്നെയാണ് അത്. അവിടെ നിങ്ങൾക്ക് ഫോറക്സ് എക്സ്പോകൾ അതുപോലെ തന്നെ പല പല ഇൻവെസ്റ്റേഴ്സിനെ അങ്ങനത്തെ ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും അവിടെ UAE-ലുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് നല്ല പ്രോപ്പറായിട്ട് സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായിക്ക് മൂവ് ചെയ്യണതും ഒന്നുപാടി ബെറ്റർ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കുറച്ച് കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാനത് ദുബായിൻ്റെ കേസ് പറയാൻ കാരണം. ഈ ഒരു വീഡിയോൻ്റെ ടോട്ടലുള്ള ഒരു കൺക്ലൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരം ലൂപ്പ് ഹോൾസ് ഉണ്ട്, അത് ചെയ്യണവരുണ്ട്. അത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെ ആവും. ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സീനില്ലാത്തൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടുത്തെ ഒരു അഡ്രസ്സിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പോയിട്ട് അവിടുത്തെ എമിറേറ്റ്സ് ID, അതായത് അവിടുത്തെ റെസിഡൻഷ്യൽ അഡ്രസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതും ലീഗലാവും. അതിനൊന്നും ഒരു ഇഷ്യൂ ഇന്ത്യൻ സൈഡിൽ നിന്ന് ഉണ്ടാകാൻ വഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ അവിടുത്തെ ഒരു അഡ്രസ്സ് വെച്ചിട്ടാണ് ചെയ്യുക. നമ്മൾ ഇന്ത്യൻ ബേസിൽ നിന്നിട്ടല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് VPS കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുത്താണ് വെച്ചിട്ടുള്ളത്. അത് UAE ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇഷ്യൂ ആവില്ല. ഇതൊക്കെയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഏതെങ്കിലും ഫോറക്സ് റിലേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കണ്ടൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.